സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അനേക തിരക്കുകൾ നടുവിൽ നമ്മൾ വളരെയധികം ആളുകൾ സുവിശേഷം കേൾക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് ഒരുപാട് ഇടപെടും. രാവിലെ നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കേട്ട് പ്രാർത്ഥിക്കണം, തുറന്ന് പ്രാർത്ഥിക്കണം, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഈ സമയത്ത് സംഭവിക്കുവാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കും. എല്ലാ ഹൃദയങ്ങളും ഉണർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. പോരാ അഭിഷേകത്തോടെ നന്ദി 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 ഈശോയെ, നന്ദി നന്ദി കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആമേൻ. സിനി എന്നൊരു സഹോദരിയാണ് ഈ സാക്ഷി എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ സാക്ഷി കൂടെ കേൾക്കാം. മിഖാപ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കുന്നു. ഈ ഒരു വചനമാണ് അവരുടെ ജീവിതത്തെ സ്പർശിച്ചതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം ഞാൻ എഴുതുന്നത്. വളരെ നാളുകളായിട്ട് എൻ്റെ ഭർത്താവിനെ അലട്ടിയിരുന്ന രോഗമാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്തസ്രാവം, നിലയ്ക്കാത്ത രക്തസ്രാവം വളരെ ശക്തമായിട്ടുണ്ടാകുക. ഈ ഒരു രോഗം മൂലം വലിയ വേദനയിലായിരുന്നു ഈ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോൾ റോസാമിസ്റ്റിക് മാതാവിന്റെ മാധ്യസ്ഥം തേടി മരിയ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളോട് ഐക്യപ്പെട്ട് ഈ കുടുംബം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവരിങ്ങനെ പറഞ്ഞു, മാതാവേ, എൻ്റെ ഭർത്താവിന്റെ രോഗം മാറുകയാണെങ്കിൽ മരിയ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. വളരെ വർഷങ്ങളായിട്ട് ഭർത്താവിനെ അലട്ടിയിരുന്ന സകല മരുന്നുകളും പരാജയപ്പെട്ടിരുന്ന ഈ രോഗത്തിൽ എൻ്റെ കർത്താവ് പരിശുദ്ധമയുടെ ഉന്നതത്തിന് വേണ്ടി ഇടപെട്ടു. അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായിട്ട് കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്യുന്ന വൻ കാര്യങ്ങൾക്ക് നന്ദി കൊണ്ട് സ്തുതിച്ച് പറയപ്പെട്ടവരെ പോരാ, എല്ലാവരും ചെയ്യാൻ സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഓ നന്ദി കർത്താവേ, നന്ദി 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 ഈശോയെ, നന്ദി നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-12 വചനം നമ്മൾ വലത് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ നെറ്റി പറയാൻ പോകും. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. ആമേൻ. മറ്റൊരു സാക്ഷി നമ്മൾ കേൾക്കാണ്. നീതു എഴുതാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. എൻ്റെ പേര് നീതു. എൻ്റെ പാപ്പായ്ക്ക് ശരീരത്തിൽ അസിഡിറ്റി കൂടുതലായി. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്തു. അവർ മുഴുവൻ ചെക്കപ്പ് നടത്തിയിട്ട് പറഞ്ഞു അസിഡിറ്റി വളരെ കലശലായിരിക്കുകയാണ്. അവർ മറ്റൊരു അടയാളം പറഞ്ഞു, ഈ രോഗം മൂർച്ഛിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇനി പനി ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പൊ പനി ഉണ്ടായി ചെന്നു അടയാളമായിട്ട്, ഇനി പനി ഉണ്ടാകുകയാണെങ്കിൽ വളരെ വില കൂടിയ 3 ഇഞ്ചക്ഷൻസ് എടുക്കണം എന്നവർ പറഞ്ഞു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അന്ന് വൈകിട്ട് ചാച്ചന് കലശലായ പനിയുണ്ടായി. ആ സമയത്ത് ഞാനും എൻ്റെ അമ്മയും അനുജത്തെയും കൂടെ പരിശുദ്ധ റോസാമിസ്റ്റിക് മാതാവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. മരിയൻ കൂടാരത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ കുടുംബം കർത്താവിന് തങ്ങളുടെ കുടുംബനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേക സാക്ഷ്യങ്ങളിൽ കാണാൻ പറ്റും. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളോട് ആത്മന ഐക്യപ്പെട്ട് മരിയൻ കൂടാരത്തിലെ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് അനേക വിദൂര ദേശങ്ങളിൽ കർത്താവ്. ഇംഗ്ലണ്ടിലൊക്കെ ഇവിടുത്തെ റോസാമിസ്റ്റിക് മാതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നിട്ടുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് അതുപോലത്തെ ഒരു സാക്ഷ്യമാണത്. അവർ പറയാണ്, പരിശുദ്ധ റോസാമിസ്റ്റിക് മാതാവിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. പനി ഉണ്ടായാൽ രോഗം മൂർച്ഛിച്ചതിന്റെ അടയാളമാണ്, വില കൂടി ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ ഡോക്ടേഴ്സ് അവരുടെ അഭിപ്രായം മാറ്റി. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയുന്നത് രോഗം പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു, ഇനി ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടേഴ്സ് അത്ഭുതത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ പപ്പായ്ക്ക് പരിപൂർണ അത്ഭുതമായ സൗഖ്യം കൊടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയ്ക്കും കോടിക്കണക്കിന് നന്ദി പറയുന്നു. 2 കരങ്ങൾ ഉയർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നുള്ള വചനം കർത്താവ് സാധ്യമാക്കി വെളിപ്പെടുത്തുക. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ കർത്താവ് സ്തുതിക്കട്ടെ. യേശുവേ, നിങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി. ഉച്ചത്തില് യേശുവേ ചിന്തിക്കാം. ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവ് 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കും. സഭയിൽ വസിക്കുന്ന കർത്താവ് സഭയിൽ വെളിപ്പെടുന്ന സമയങ്ങളാണ്. ജനത്തിൻ്റെ വേദനയിലും
വളർച്ചകളിലും ആവശ്യങ്ങളിലും ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ദൈവം വെളിപ്പെടുന്ന സമയം സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഉചിതനായ കർത്താവ് നമ്മുടെ മധ്യേ വസിക്കുന്ന, നമ്മിൽ വസിക്കുന്ന കർത്താവ് നമ്മളിൽ വെളിപ്പെടട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആത്മാവിന്റെ വെളിപ്പെടുത്തൽ ലഭിക്കട്ടെ, എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ സമയത്ത് ബന്ധനങ്ങൾ അഴിയട്ടെ, കട്ടഴിയട്ടെ, സാത്താന്റെ കട്ടഴിഞ്ഞു പോകട്ടെ. എല്ലാ കുടുംബങ്ങളും ദൈവം പ്രവർത്തിക്കട്ടെ. നിങ്ങളെല്ലാം പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ ആയിരിക്കട്ടെ. അവരിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആ വലിയ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സഭയിലുള്ള കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ, അനുഭവമായി തീരട്ടെ. ദൈവജനം അനുഭവിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പാപത്തിന്റെ കെട്ട് മാറുമ്പോൾ, പാപമാകുന്ന അശുദ്ധി പുകമറ മാറിക്കഴിയുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. കാർമേഘം നിറഞ്ഞ ആകാശത്തിൽ നമുക്ക് സൂര്യപ്രകാശം കാണാൻ പറ്റുന്നില്ല, സൂര്യനെ കാണാനാവുന്നില്ല. എന്നാൽ കാർമേഘം മാറിക്കഴിയുമ്പോൾ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നു, അനുഭവിക്കാൻ പറ്റും, സൂര്യപ്രകാശം അനുഭവിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഉദ്ധതനായ കർത്താവിന്റെ സാന്നിധ്യം സഭയില്, കുദാശകളില്, കൂട്ടായ്മയില് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കാണണമെങ്കിൽ നമ്മുടെ മനസ്സില്, ഹൃദയത്തില്, ചിന്തയില്, ശരീരത്തിലെ അവയവങ്ങൾ കുടിയിരിക്കുന്ന പാപമാകുന്ന കാർമേഘം മാറിപ്പോകണം. അതിനുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് എല്ലാം കെട്ടുകഴിഞ്ഞു പോട്ടെ. കർത്താവിന്റെ കുരിശിന്റെ ശക്തി, തിരുക്കുരിശിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകട്ടെ, ആത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. എല്ലാം കെട്ടുകഴിഞ്ഞു പോട്ടെ. പാപവൈശാസിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. തന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി പിടിക്കാം. എന്റെ കർത്താവിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം അനുഭവിക്കാനുള്ള കൃപ തരണമേ യാചിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് നിങ്ങളെല്ലാം നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുന്നു. എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇന്നിവിടെ വന്നതിന്റെ ലക്ഷ്യം, ആവശ്യം എന്താണ് കർത്താവിനായിട്ട് പറയുക. കണ്ണുകളടച്ച് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ മഹത്വം നന്ദി. സന്തോഷമാണോ? സന്തോഷമാണോ? ഇന്ന് കർത്താവ് അനുഗ്രഹിക്കുമോ? ഇല്ലെന്ന് തോന്നുന്നു. അനുഗ്രഹിക്കുമോ? ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ? നന്നായിട്ടുണ്ടാകും. ഹല്ലേലൂയ. കർത്താവ് ഇടപെടുന്നുണ്ടോ? ആദ്യ ശനിയാഴ്ച ദിവസം ഇവിടെ അഭിഷേകം ഉണ്ടോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.
പലപ്പോഴും സന്തോഷിക്കാറില്ല. ആദ്യ ശനിയാഴ്ച ദൈവജനം എവിടുന്നൊക്കെയാണോ വരുന്നത്, ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നു, എന്നിട്ട് വചനം കേൾക്കാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു. അത് നമ്മൾ നമ്മൾ ഒത്തിരി ഒന്നും വലിയ പരസ്യമൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അറിയാം, എല്ലാവർക്കും അറിയാം. ആദ്യ ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. തന്നെ ഇങ്ങോട്ട് പോരും. സ്ഥലപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ചില ആളുകളുടെ ആദ്യ ശനിയാഴ്ചയോട് വരാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാ പരിപാടി ഉണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ തോന്നുക. സ്ഥലപ്പെടുത്തി പറയാം ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ? കാരണം വേറൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 44-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. എല്ലാവരും പറഞ്ഞ്, എന്റെ പിതാവിനാൽ. അപ്പോൾ ഇവിടേക്ക് ആരാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്? പിതാവായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവം നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, നിങ്ങളോട് കർത്താവിന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഒത്തിരിയേറെ നന്ദി പറയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ നാളുകൾ നമ്മുടെ ഈ സെന്ററിൽ ഒരുപാട് ഹീലിംഗ്സ്, സൗഖ്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒത്തിരി വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഭയങ്കര കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ധ്യാനം ഭയങ്കര അനുഭവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര അനുഭവം. ചിലവട്ട് പറഞ്ഞ യേശുവേ നന്ദി, ഹല്ലേലൂയ. പറയുകയാണെങ്കിൽ ഒരു 6-8 ഒത്തിരിയേറെ ധ്യാനങ്ങളോട് നടക്കുമ്പോൾ ഒരു 6-8 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയൊരു സംഭവം ഇവിടെ ഉണ്ട്. അതുപോലത്തെ ഒരു അനോയിന്റിങ് ആയിരുന്നു, അഭിഷേകമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടായത് എനിക്ക് തന്നെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സ്ഥലപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. അവസാന ദിവസം, അതായത് ബുധനാഴ്ച ദിവസം അത്ഭുതകരമായിട്ട് രാവിലെ 7 മണിക്ക് ഞാനിവിടെ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തു. 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും അന്ന് എനിക്ക് ഒരു ക്ഷീണമില്ല, കാരണം ഒത്തിരി ക്ഷീണമുള്ള ദിവസങ്ങളാണ്. പക്ഷെ ഒരു ക്ഷീണമില്ല. വൈകുന്നേരം 6 മണി വരെ സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് ഒരു 1.5-2 മണിക്കൂർ മാത്രം ഇന്റർവെൽ കാണും. ബാക്കി ഫുൾ ടൈം കർത്താവിന്റെ നാമത്തിൽ പ്രസംഗിക്കാൻ പറ്റും. അതെന്നെ എനിക്ക് തന്നെ വലിയ അനുഭവമായിരുന്നു. കർത്താവ് നന്നായിട്ട് അനുഗ്രഹിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണത്തിനും യേശുവിൽ ഒരുപാട് നന്ദി. സർവ്വതി പറഞ്ഞ യേശുവേ നന്ദി. ഈ സമയത്ത് ഈ ആദ്യ ശനിയാഴ്ച ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും, ഈ ആലയത്തിലും പരിസരത്തുമായിട്ടുള്ള മുഴുവൻ ആളുകളോടുമായിട്ട് അച്ഛൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ വേണ്ടി, വചനം കേൾക്കാനും സുവിശേഷം കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഓടി നടക്കുക, ചിലർക്ക് എപ്പോഴും ടോയ്ലറ്റ് പോക്കാം. പ്രൈസ് ദി ലോർഡ്. ആവശ്യമൊന്നുമില്ല. അതൊക്കെ പറഞ്ഞ് അത്യാവശ്യം പൊക്കോളൂ, കുഴപ്പമില്ല. യേശുവേ നന്ദി. അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ചില കുഞ്ഞുങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം. അങ്ങനെ പോകരുത്. നമ്മളിവിടെ വന്നതിന്റെ ലക്ഷ്യം എന്താണ്? സുവിശേഷം കേട്ട്, വചനം കേട്ട്, പ്രാർത്ഥിച്ച്, കർത്താവിനെ ആരാധിച്ച്, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന്, കർത്താവിന്റെ ശരീരങ്ങൾ ഭക്ഷിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ മടങ്ങാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നു. ആണോ ശ്രദ്ധ? ആണോ? പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തിനാണ് വന്നിരിക്കുക? പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ഭയങ്കര അഭിഷേകത്തിന്റെ നാളുകളാണ് സഭയെ സംബന്ധിച്ച്. കാരണം കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നമ്മളിനി പെന്തക്കോസ്താ തിരുനാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ആഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ ഉണ്ടാകുന്ന സമയമാണ്. നമ്മുടെ ഈ സെന്ററിൽ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടുന്ന നാളുകളാണ് ഈ നാളുകൾ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. അപ്പൊ ഇന്നൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അതുപോലെ വാഹനത്തിലൊന്നും ഇരിക്കാൻ പോകരുത്. അവിടെ നിന്നൊക്കെ പോരുക. അതെല്ലാം അവിടെ നിന്ന് കൊടുത്ത് കർത്താവിനായിട്ട് ഒന്നും കൊണ്ട് അസ്വസ്ഥപ്പെടും. ചില ക്ഷീണമൊക്കെ വരും. ഇരിക്കുമ്പോൾ ഇത്ര ഇരിക്കുമ്പോൾ നടുവേനയും ദേഹവേനയൊക്കെ വരും. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ഗൗരവമായിട്ട് എടുത്തേക്കരുത്. സ്ഥലപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. മൊബൈൽ ഫോണൊക്കെ കംപ്ലീറ്റ് ഓഫ് ആക്കിയേക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ ഇടയ്ക്ക് പിശാച് നമ്മൾ വിളിച്ചുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്. പിശാച് ആരുടെ രൂപത്തിൽ വരും? ചിലപ്പോൾ അപ്പൻ്റെ രൂപത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അമ്മയുടെ രൂപത്തിൽ വരും, ചില ഭാര്യയുടെ രൂപത്തിൽ, മകന്റെ രൂപത്തിൽ, മകളുടെ രൂപത്തിൽ, ജോലിക്കാരുടെ രൂപത്തിൽ, സ്നേഹിത രൂപത്തിൽ, എങ്ങനെയും നിന്നെ ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ട് പോകാന്നുള്ളത് സാത്താന്റെ ആവശ്യം. നിനക്ക് കിട്ടേണ്ട അഭിഷേകം കിട്ടാതിരിക്കാൻ വേണ്ടി എന്നാകെ കലാപരിപാടി ചെയ്യാൻ മുഴുവൻ ചെയ്ത് ഞാൻ കാണാറുണ്ട്. ചില ആളുകളൊക്കെ സാത്താൻ പിടികൂടുന്നു. സ്ഥലപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പൊ കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ വെച്ച് എനിക്കൊരു സംഭവം അറിയാം. ഒരു പയ്യൻ, അവന് 27-28 വയസ്സുള്ളായുണ്ട്. അവനെല്ലാത്തിനും തിന്നേ നിറഞ്ഞവൻ. അവന് വ്യഭിചാരത്തിന്റെ പ്രശ്നമുണ്ട്, ഹോമോസെക്ഷൽ പ്രശ്നമുണ്ട്, മദ്യപാനമുണ്ട്. അവന് ഭയങ്കര നല്ല മിടുക്കനായിട്ട് അവൻ പറയും. അവൻ ധ്യാനത്തിന്റെ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവൻ പറഞ്ഞു, ഞാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാൻ പറ്റുന്നില്ല. യേശുവേ നന്ദി. ഒരു ക്ലാസ്സിലിരിക്കാൻ പറ്റുന്ന പുറത്തിറങ്ങി ഓടി നടക്കുകയാണ്. അവന് പറ്റുന്നില്ല. പ്രഷർ മടുത്തു. അപ്പൊ അവസാനം അവർ പറഞ്ഞു, ഇവരാളുടെ കൗൺസിലിംഗ് വിട്ടിട്ടൊന്നും ഇവൻ പിടിച്ചു നിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറയും, ഇവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു.
കൊണ്ടപ്പോൾ പറഞ്ഞു അച്ഛാ എനിക്ക് പോകണം. പ്രൈസ് ദി ലോർഡ് പറഞ്ഞു പോകാമല്ലോ, എനിക്ക് കുഴപ്പമില്ല. സ്ഥലപ്പെടുത്തി പോയി ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഇവന്റെ തലയൊക്കെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഞങ്ങൾ ബന്ധിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഈ സാധനങ്ങളെല്ലാം കൂടെ ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ നാമത്തിൽ ബന്ധിച്ച് മോനെ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. എപ്പോഴാണ് പോകുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയ. ഇത് കൈയടിച്ച് 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 യേശു നന്ദി. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവമേ, ധ്യാനം കഴിഞ്ഞപ്പോൾ അവനോ അഭിഷേകമായിരുന്നു. അവന്റെ തലയ്ക്ക് വെച്ച് അഭിഷേക പ്രാർത്ഥന സമയത്ത് പോകുമ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചു. ആ തല തുറന്നതിന് മുമ്പേ അവൻ ആത്മീയ ഉറക്കത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞങ്ങ് വീഴുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തന്നെ തോന്നി. അപ്പം പലപ്പോഴും എനിക്ക് മനസ്സിലായി, ഈ പള്ളി വന്നിട്ട് എഴുന്നേപ്പിച്ച് വിടുന്ന പിശാചെ അതാ കണ്ടുപിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നെങ്കിൽ വ്യഭിചാരത്തിന് ദുർബോധം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ സ്വയംഭോഗത്തിന് ദുർബോധം, അല്ലെങ്കിൽ ഹോമോസെക്സിന്റെ ദുർബോധം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ മന്ത്രവാദ കൂടോത്രത്തിന്റെ ദുർബോധം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ വെറുപ്പിന്റെ ദുർബോധം, അല്ലെങ്കിൽ അഹങ്കാര ദുർബോധം. ഇതിലേതെങ്കിലും ഒരു സാധനം തന്നെ കയറുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ഞെരുക്കം, പ്രൈസ് ദി ലോർഡ്, ഒരു എങ്ങനെയാ ഞെലുവിരി കൊള്ളുക നമ്മൾ പറയും. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. ഇരിക്കപ്പെടുത്തി വല്ലാണ്ട് ക്ഷീണമാണ്. ചില ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പയ്യ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ആശ്വാസം. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. സമാധാനം. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ പിശാച് അകത്ത് കിടന്ന് നട്ടം തിരിയുന്നതാണ്. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. പിശാച് അതൊക്കെ പറഞ്ഞേ നമ്മുടെ ഹൃദയത്തിലിരുന്ന് നട്ടം തരും. കാരണം സ്തുതിപ്പും പ്രാർത്ഥന അഭിഷേകവും കൂടെ വരുമ്പോഴത്തേക്ക് അവൻ ഇരിക്കപ്പെടുത്തിയില്ല. സ്ഥലപ്പെടുത്തി യേശുവേ നന്ദി. ചില പിള്ളേരൊക്കെ ഇങ്ങനെ വില്ല് പോലെ ഓടുന്ന് കാണാൻ പറ്റും. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. പിടിച്ചാൽ കൂടി നിൽക്കുകയാണ്. കാരണം ഇതിനകത്ത് ഈ സാധനം ഇരുന്ന് എരിവിലേ ഉള്ളൂ. സ്ഥലപ്പെടുത്തി യേശുവേ നന്ദി. കഴിഞ്ഞ ദിവസങ്ങളവർക്ക് മറ്റൊരു സംഭവം. അതൊരു കൊച്ചു പയ്യൻ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു. ഇതിന്റെ ദൈവമേ സങ്കടം തോന്നി. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രത്യേക തരം പാവം, അതും ജഡിക പാവത്തിന്റെ ഗൗരവമേറിയ പാവം. ഈ കൊച്ചിനോട് പ്രാർത്ഥിക്കുക. ഇവനോട് പ്രാർത്ഥിച്ച് നിലത്തോട്ട് വീണിട്ട് ഇവനിങ്ങനെ കാണണം, മുറി കിടന്ന് കാണിക്കുന്നതാണ്. എൻ്റെ ദൈവമേ, പാമ്പ് ഏഴ് ഒരുപാട് സമയമെടുത്തപ്പോഴാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് തിന്മയുടെ ശുദ്ധി വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞു പോകും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. ഇതോ ശരിക്കും ബൈബിളിൽ ഈശോ ഈ സർപ്പത്തിന്റെ ഒരു അടയാളം സാത്താന് കൊടുക്കുന്നു. സർപ്പത്തിന്റെ അടയാളമായിട്ട് പറഞ്ഞ എത്രയോ ശരിക്കും നടക്കുന്നു. ഇഴയുന്ന കടയിൽ ഇങ്ങനെ വളഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ കുത്തിച്ചാടും. തല കുത്തിങ്ങനെ ചാടും. എന്നിട്ട് സാധനം പോകും. സ്വയംഭോഗം തിന്മയ്ക്ക് അടയപ്പെട്ട് വെച്ചു. വേറൊരു കുഴപ്പമില്ല. ഇരിക്കുന്ന ഈ സാധനം ഇരിക്കാൻ. അതുകൊണ്ട് ഇവന്റെ പഠിത്തം പോയി, മാർക്ക് കുറഞ്ഞു, വീട്ടിൽ മുഴുവൻ പ്രശ്നം. ഇവൻ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറിയേല, അമ്മയപ്പനായിട്ട് അടിയ്, അനുസരണമില്ല. സന്ധ്യാപ്രാർത്ഥന ആകുമ്പോഴത്തേക്കും അവന് അരിശം കൂടുതലാണ്. ചില വീട്ടിൽ അരിശം എപ്പോഴും കൂടുതലെപ്പോഴാണ് അവർക്ക് പറഞ്ഞു. അത് ഇവൻ ഞെരുവിലി കൊള്ളുന്ന അകത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്ഥലപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. ഇത് ഇറക്കി വിടണം. ഈ സാധനം ഇറക്കി വിടണം. ഇറക്കി വിടാതെ ഒരു രക്ഷയില്ല. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ദൈവമക്കളിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പലരും പറയും ഇവരെ പ്രായത്തിന്റെ ഒന്നുമല്ല. അതേ പ്രായത്തിലുള്ള നല്ല കുഞ്ഞുങ്ങളുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതേ പ്രായത്തിൽ നല്ല പക്വതയോടെ ഇരുന്ന് അനുസരണത്തോടെ ഇരുന്ന് പെരുമാറുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. പാരമ്പര്യത്തിൻ്റെതുമല്ല, അതേ മോശമായ പാരമ്പര്യത്തോട് വരുന്ന ചില കുഞ്ഞുങ്ങൾ ദൂരം നന്നായിട്ട് പെരുമാറുന്ന കാണാൻ പറ്റും. എന്തൊരു ഇവിടെ തന്നെ ഉണ്ട്. എത്രയോ നല്ല കുട്ടികളിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാത്തിരിക്കുന്ന കാണത്തില്ല. അപ്പൊ ഈ ചില ജീവിതങ്ങളിൽ, തിന്മ കയറുന്ന ചില ജീവിതങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ പ്രവർത്തിക്കുക. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.